ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോബിൻ. ഇത് മിഷാമാക്സ് ബ്ലോഗ് 18. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബേക്കൽ കോട്ടയിലാട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഒരു 10-16 വർഷം മുമ്പ് ഇവിടെ വന്നിട്ട് പോയതാണ്. വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എങ്കിലും അതുപോലെ തന്നെ നന്നായിട്ട് സംരക്ഷിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. ഏകദേശം 375 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട ഒരു കോട്ടയാണ് കേട്ടോ ഈ ബേക്കൽ കോട്ട. ശത്രുക്കളിൽ നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും അതുപോലെ വിലയേറിയ സുഗന്ധദ്രവ്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനും വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അന്നത്തെ കാലത്ത് ഈ കോട്ട നിർമ്മിച്ചത്. 1650 അന്നത്തെ രാജാവായിരുന്ന കേലാടി നായക രാജവംശത്തിലെ ശിവപ്പ നായകരാണ് ഈ കോട്ട നിർമ്മിച്ചത്. ഇന്നിപ്പോൾ ഇതിന്റെ സംരക്ഷണം കേരള പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ്. 25 രൂപയുടെ ഒരു പാസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് യഥേഷ്ടം കയറി കാണാനുള്ള പെർമിഷൻ ഉണ്ട്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടെ സന്ദർശകർക്കായിട്ട് ഇത് തുറന്നു കൊടുക്കുന്നത്. 12 മീറ്റർ ഉയരത്തിൽ വലിയ ലാറ്ററൈറ്റ് കൊണ്ട്, അതായത് ചെങ്കല്ല് കൊണ്ടാണ് ഇതിന്റെ മതിലുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിലായിട്ട് കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെ, അതായത് കയറി ചെല്ലുന്ന ഇടത് ഭാഗത്തായിട്ട് തന്നെ ഒരു തുരങ്കമുണ്ട്. ഇത് ഈ കാണുന്ന കേട്ടോ ഒരു ചെറിയ കിടങ്ങോട് കൂട്ടിയിട്ടുള്ള തുരങ്കമാണ്. നമ്മൾ സ്റ്റെപ്പ് വഴി തുരങ്കത്തിലേക്ക് ഇറങ്ങുക. അതുവഴി പുറത്ത്, അതായത് കോട്ടയ്ക്ക് പുറത്ത് വെള്ളം നിറച്ചിരിക്കുന്ന ഭാഗമുണ്ട്. അങ്ങോട്ടേക്ക് കടന്നു പോകാവുന്ന ഒരു ഇടുങ്ങിയ പാസേജ് ആണ് കേട്ടോ ഇത്. ആ ഭാഗത്തായിട്ട് മുഴുവനും മണ്ണ് ഇടിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് കയറി പോകാൻ പറ്റത്തില്ല. ഇതിന്റെ അപ്പർ ഭാഗം, അതായത് ഈ തുരങ്കം ചെന്ന് ഇറങ്ങുന്ന ഭാഗം കേട്ടോ ഇനി നമ്മൾ കാണുന്നത്. ഈ മതിൽക്കെട്ടിന്റെ തൊട്ടപ്പുറത്ത് ഒരു കിണർ പോലെ ഒരു ഭാഗമുണ്ട്. അവിടെയാണ് ഇതിന്റെ പാസേജ്. ഇത് കാണുന്നുണ്ട് നേരെ താഴെ. അതിലൂടെയാണ് മുകളിലേക്ക് രക്ഷപ്പെടുന്നത്. ഈ ഭാഗത്ത് മുഴുവനും വെള്ളം നിറച്ചേക്കുമായിരിക്കും. ഇതിലൂടെ പുറത്തേക്ക് വന്ന് ശത്രുക്കളെ ആക്രമിക്കാനുള്ള രീതിയോ അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകാനുള്ള രീതിയായിരുന്നു. നമ്മൾ കോട്ടയുടെ പുറത്തുനിന്ന് എടുത്ത ടിക്കറ്റ് ഈ കൗണ്ടറിന്റെ സമീപമുള്ള ആളുടെ കയ്യിൽ കൊടുത്ത് അതിൽ പഞ്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് ഉള്ളിലേക്ക് കയറാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. ഏകദേശം 40 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു കോട്ടയാണിത്. ഇതിന്റെ ഉള്ളിലായിട്ട് കോട്ടയ്ക്കുള്ളിൽ നിന്ന് കടൽ തീരത്തേക്ക് ഇറങ്ങി ചെല്ലാവുന്ന ചെറിയ ഗുഹകളും അതുപോലെ വെള്ളം സംഭരിക്കാൻ പറ്റുന്ന വലിയൊരു വാട്ടർ ടാങ്കും അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാവുന്ന പടവുകളും കുറ്റവാളികളെ സൂക്ഷിക്കാനുള്ള ഒരു തടങ്കലും അതുപോലെ വെടിക്കോപ്പുകളെല്ലാം സൂക്ഷിക്കാനുള്ള ഒരു അറയും ഏതാനും തുരങ്കങ്ങളും അതുപോലെ വിശാലമായ ഒരു പൂന്തോട്ടവും ഉൾപ്പെടുന്നതാണ് ഈ കോട്ട. കേവലം ഒരു കോട്ടയായി മാത്രം നിർമ്മിക്കപ്പെട്ട ബേക്കൽ ഫോർട്ട് തുടർന്ന് ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിലൂടെ ഇത് കീഴ്പ്പെടുത്തുകയും തുടർന്നാണ് ഇതിൽ നിരീക്ഷണ ഗോപുരങ്ങളും വാട്ടർ ടാങ്കുകളും പടിപ്പുരകളും അതുപോലെ ഗുഹകളെല്ലാം നിർമ്മിച്ചത്. ഇനി നമുക്ക് കോട്ടയ്ക്കുള്ളിൽ നിന്ന് കടൽ തീരത്തേക്ക് പോകാവുന്ന തുരങ്കത്തിലേക്കാട്ടോ പോകുന്നത്. ഇത് വളരെയധികം സ്റ്റെപ്പുകളുള്ള ഒരു തുരങ്കമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങോട്ടുള്ള പാസേജ് ഒരു താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. കാരണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അങ്ങേ തലയിൽ കുറച്ച് ഭാഗങ്ങൾ ഇടിഞ്ഞ് അടിയിട്ടുണ്ട്. അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സന്ദർശകർക്ക് അതിൻ്റെ അകത്ത് കയറാനുള്ള പെർമിഷൻ അനുവദിച്ചിട്ടില്ല. ഈ പാസേജിലൂടെ പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന ഭാഗമാണ് കേട്ടോ ഇത്. ഇതിലൂടെ ഈ താഴ്ഭാഗത്തായിട്ടാണ് അതിന്റെ പാസേജ് വരുന്നത്. ആദ്യകാലത്ത് കോട്ടയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു കെട്ടിടമായിരുന്നു. തുടർന്ന് ഇവിടെയുള്ള സ്റ്റാഫുകൾ താമസിക്കാനുള്ള ഒരു ക്വാർട്ടേഴ്സ് ആയിട്ട് ഇത് മാറ്റിയായിരുന്നു. ഇപ്പോൾ ഇതൊന്നുമില്ല, എല്ലാ രീതിയിലും മോശപ്പെട്ട് കിടക്കുകയാണ്. ഇനി നമുക്ക് കുറ്റവാളികളെ പാർപ്പിച്ചിരുന്ന സ്ഥലത്തേക്ക് പോകാം. ഈ കാണുന്നതാണ് കേട്ടോ ആ സെല്ലുകൾ. എന്നാൽ ഇന്ന് അത് കാണാനുള്ള പെർമിഷൻ ഒന്നുമില്ല. എല്ലാ ഭാഗവും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ വേസ്റ്റുകൾ കൂട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കിയാൽ കുറച്ചൊക്കെ കാണാം. ഇനി നമുക്ക് കടൽ തീരത്തെ നിരീക്ഷിക്കാനായിട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ഒരു വാച്ച് ടവറിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. ഇതിന്റെ അകത്തോടെ നോക്കുമ്പോൾ വളരെ വിശാലമായ ചില കാഴ്ചകൾ കാണാം. കടൽ തീരങ്ങളിലൂടെ വരുന്ന ശത്രുക്കളെ തിരിച്ചറിയാൻ ഏറ്റവും എളുപ്പമായിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു വാച്ച് ടവർ ആയിരുന്നു ഇത്. ഇവിടെ നിന്നാണ് സിഗ്നൽ ഉള്ളിലുള്ള വാച്ച് ടവറിലേക്ക് കൊടുക്കും. അപ്പോൾ തന്നെ സൈന്യം എല്ലാ രീതികളിലും തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. അന്നുണ്ടായിരുന്ന ചില കൊത്തളങ്ങളുടെ ഭാഗങ്ങളാട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഈ വാച്ച് ടവറിന് തൊട്ട് താഴെയായിട്ട് കാണുന്ന ആ ഭാഗങ്ങളാണ്. കോട്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാച്ച് ടവറിൽ ഒന്നാണ് കേട്ടോ ഇത്. ഇവിടെ നിന്നാണ് ഇവിടെ ഉള്ളിലുള്ള സൈനികർക്കെല്ലാം നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നത്. നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിയിട്ട് വരാം. അല്പം ഉയരം കൂടിയ ഒരു വാച്ച് ടവർ ആണ് ഇത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ സ്റ്റെപ്പുകളല്ല, റോഡുകൾ നിർമ്മിക്കുന്നത് പോലെ ലാറ്ററൈറ്റ് നിരത്തിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ചെങ്കുത്തായ ഭാഗമായതുകൊണ്ട് നമുക്ക് കയറി വരാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് വാച്ച് ടവറിന്റെ മുകളിൽ നിന്ന് നമുക്ക് എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാഴ്ച കിട്ടുന്ന ഭാഗം. അതായത് 4 ദിക്കുകളിലും കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ കോട്ടയ്ക്കുള്ളിലേക്ക് ആവശ്യമായ വെള്ളം നിറച്ചിരുന്ന ഒരു ടാങ്കിലേക്കാട്ടോ പോകുന്നത്. ഇതാണ് ആ ടാങ്കിന്റെ ഭാഗം. ഇതെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. സന്ദർശകർക്ക് ഉള്ളിലേക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഒന്നുമില്ല. ഇതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം വളരെയധികം സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പുകൾ ഇറങ്ങി ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഒരു കിണറിന്റെ ആകൃതിയിലുള്ള ഭാഗമാണ്. നല്ല താഴ്ചയുള്ള ഏരിയയുമാണ്. എന്നാൽ സന്ദർശകർ പുറമേ നിന്ന് കണ്ട് സന്തോഷത്തോടെ തിരിച്ചു പോവുകയേ മാർഗമുള്ളൂ. ഇത്രയൊക്കെയാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ ബൈ.